ഞാൻ എൻ്റെ സ്വാഗത ഭാഷ നിർത്തുകയാണ്. ഈ വർഷം 8 വിദ്യാർത്ഥികൾ പോകുന്നു. അവർക്കുള്ള മൊമെന്റോ വിതരണം ഇവിടെ നടക്കും അൽഹംദുലില്ലാഹ്. അതുപോലെ തന്നെ ദഅവ കോളേജിലായിട്ട് 68ഓളം വിദ്യാർത്ഥികൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ജൂനിയർ ദഅവ വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ നമ്മുടെ തഖ്വ ജുമാ മസ്ജിദിൽ 45ഓളം വിദ്യാർത്ഥികൾ ഇന്ന് വിദ്യാഭ്യസിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം തന്നെ സൗജന്യ വിദ്യാഭ്യാസം. മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ എല്ലാം സഹായ സഹകരണങ്ങളാണ് ഈ വിദ്യാർത്ഥികളെല്ലാം വളർന്നുകൊണ്ടിരിക്കുന്നത്. മംബൈന് സ്ഥായിയായിട്ടുള്ള ഒരു വരുമാനവുമില്ല. നിങ്ങൾക്ക് ആ മുന്നിൽ കാണുന്ന ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനമല്ലാതെ മംബൈന് സ്ഥിരമായിട്ടുള്ള ഒരു വരുമാനവും ഇന്നേ വരെ നമുക്ക് ഇല്ല. നിങ്ങളുടെ എല്ലാം അകമഴിഞ്ഞ സഹായങ്ങൾ മാത്രമാണ് നമ്മുടെ മംബൈനെ ഈ പുരോഗമനത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, അടുത്ത വർഷത്തോടെ നമ്മുടെ മംബൈ സിൽവർ ജൂബിലി ആഘോഷിക്കാൻ പോകുകയാണ്. 25ാം വർഷത്തിലേക്ക് കടക്കാൻ പോകുകയാണ്. തൃശ്ശൂർ ജില്ലയുടെ എന്നും ഇന്നും എല്ലാ കാര്യത്തിലും മുന്നിൽ നിൽക്കുന്ന സ്ഥാപനമാണ് നമ്മുടെ മംബൈ. നിങ്ങളെല്ലാം ആ മംബൈന് വേണ്ടി പ്രയത്നിക്കുന്നവരാണ്. മംബൈനെ മനസ്സിൽ എടുത്തവരാണ്. ഇനിയും നിങ്ങളെല്ലാ സഹായ സഹകരണങ്ങൾ നമ്മുടെ സ്ഥാപനത്തിന് വേണ്ട വിധത്തിൽ നിങ്ങൾ എല്ലാവരുടെ ഭാഗത്തുണ്ടാകും. ഞങ്ങൾക്ക് തിരിച്ചു തരാനുള്ളത് ഇവിടെ നടക്കുന്ന പ്രാർത്ഥനാ മജ്ലിസുകൾ മാത്രമാണ്. മുഅ്മിനീങ്ങളെ, എത്രയോ ഉമ്മമാർ, എത്രയോ പെങ്ങന്മാർ നമ്മുടെ സ്ഥാപനത്തിലേക്ക് അരിയായും മറ്റു സംഭാവനകൾ കൊണ്ടുവന്നിട്ട് പറയാറുള്ളത്, എൻ്റെ മകനെ എനിക്ക് മുത്തഅല്ലിമാക്കാൻ സാധിച്ചിട്ടില്ല. എൻ്റെ മകനെ ഒരു നേരത്തെ എൻ്റെ മയ്യത്ത് ഞാൻ മരണപ്പെട്ടു പോയാൽ എൻ്റെ ഇമാമത്ത് നിൽക്കുന്നത് എൻ്റെ മകനാകണമെന്ന് ആശിച്ചു പോയി. അള്ളാഹു തൗഫീക്ക് നൽകിയില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ് കലങ്ങിയ കണ്ണുകളോടെ വന്നുകൊണ്ട് പറയാറുണ്ട്, നിങ്ങളുടെ മുത്തഅല്ലിമീങ്ങളെ കൊണ്ട് ഞങ്ങൾ മരിച്ചാൽ എന്ന് കേട്ടാൽ ഒന്ന് വന്ന് ദുആ ചെയ്തു തരണേ, ആ മുത്തഅല്ലിമീങ്ങളെ കൊണ്ടൊന്ന് പ്രാർത്ഥിച്ചു തരണേ എന്ന് എത്രയോ ഉമ്മമാർ കൽബ് പൊട്ടിയിട്ട് നമ്മുടെ ഓഫീസിൽ വന്ന് നമ്മളോട് പരാതി പറയാറുണ്ട്. ഉമ്മമാരെ, ഇവിടെയുള്ള മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുത്താൽ ആ മുത്തഅല്ലിം ഒരു ആലിമായിട്ട് എവിടെയെല്ലാം ദുആ ചെയ്യും, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവരെ നീ സഹായിക്കണേ അല്ലാഹ്. എല്ലാ ദുആയിലും നിങ്ങളെല്ലാവരും ഉൾപ്പെടും. ഇന്നും ബഹുമാനപ്പെട്ടവർക്ക് ഒരു ഉസ്താദിന്റെ പല വാഴലിലും നിങ്ങൾ കേൾക്കാറുണ്ടല്ലോ, അവിടത്തേക്ക് ഭക്ഷണം നൽകിയ ഉമ്മാക്ക് വേണ്ടി ഇന്നും ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെയാണ് മുഅ്മിനീങ്ങളെ, ഇവിടെ മുത്തഅല്ലിമീങ്ങൾക്ക് നിങ്ങൾ ഭക്ഷണം കൊടുത്തതിന്റെ പേരിലോ സംഭാവന നൽകിയതിന്റെ പേരിലോ എന്നും ഇവിടെ അസ്മാഉൽ ബദറിന്റെ മജ്ലിസ് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് മുംബൈയിലേക്ക് വന്നാൽ കാണാം, എല്ലാ ദിവസവും ഇശാ നമസ്കാരം കഴിഞ്ഞ് കുട്ടികൾ 1ാം ദർസിന്റെ കഴിഞ്ഞ് അവർ അസ്മാഉൽ ബദറിൽ നിന്ന് ചൊല്ലിയിട്ട് ദുആ ചെയ്തിട്ടാണ് പിരിയാറുള്ളത്. അതേ പ്രകാരം തന്നെയാണ് അസ്മാഉൽ ഹുസ്ന എല്ലാ തിങ്കളാഴ്ചകളിലും നടക്കുകയാണ്. എല്ലാ വ്യാഴാഴ്ചകളിലും ഇവിടെ സ്വലാത്ത് മജ്ലിസ് നടക്കുന്നു. ഒരുപാട് മുഅ്മിനീങ്ങൾ അതിനെല്ലാം സഹായിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ എല്ലാ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ എപ്പോഴും ഉണ്ടാകണം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. സമയം അധികരിച്ചത് കാരണം ഞാൻ എൻ്റെ ഭാഷണം അധികരിപ്പിക്കുന്നില്ല. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഇന്നത്തെ സദസ്സ് പ്രൗഢഗംഭീരമായിട്ട് നമ്മുടെ ഈ സദസ്സിലേക്ക് നമ്മുടെ പ്രാർത്ഥന കൊണ്ട് പ്രാർത്ഥന നൽകുന്ന ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട നമ്മൾ പ്രാർത്ഥന കൊണ്ട് നമ്മളെ ധന്യമാക്കിയ ബഹുമാനപ്പെട്ട സോദിഖ് ഫാദിലി സിംഗപ്പൂർ, അദ്ദേഹം ഇവിടെ വന്ന് നമ്മോട് ഉപദേശങ്ങൾ നൽകി നല്ല ബുർദ ആരംഭിച്ച് ഇവിടെ നിന്ന് അദ്ദേഹത്തിന് പെട്ടെന്ന് പോകേണ്ടതുള്ളത് കൊണ്ടാണ് അദ്ദേഹം പോയി. അള്ളാഹു അവിടുത്തെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഈ സദസ്സിലേക്ക് ബഹുമാനപ്പെട്ട അസ്മാഉൽ ബദർ നേതൃത്വം നൽകിയ സയ്യിദ് തഖയുദ്ദീൻ തങ്ങളെയും ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ അസ്മാഉൽ ഹുസ്നയ്ക്ക് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട ഫളൽ നഈമുദ്ദീൻ തങ്ങൾ അൽ ജിഫ്രി തങ്ങളെയും ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും ആത്മീയ മജ്ലിസുകൾക്ക് നേതൃത്വം നൽകാൻ സയ്യിദന്മാർക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ഈ വേദി ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട വരവൂർ ഉസ്താദ്, നമ്മുടെ സ്ഥാപനത്തിന്റെ എന്നും മറക്കാനാകാത്ത ഈ സ്ഥാപനത്തെ നെഞ്ചിലേറ്റി ഒരുപാട് കാലം ഈ സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിച്ച് മാനേജറായിരുന്ന ബഹുമാനപ്പെട്ട വരവൂർ ഉസ്താദിന് അല്ലാഹു ആഫിയത്ത് ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉസ്താദിനെ ഈ സദസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ മുഖ്യപ്രഭാഷണം നടത്തുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ സ്ഥാപനത്തിന്റെ എല്ലാമായ ബഹുമാനപ്പെട്ട മുള്ളൂർക്കർ ഉസ്താദ്, അൽഹംദുലില്ലാഹ്, ഇന്ന് ഗവൺമെന്റിൽ നമുക്കെല്ലാം ഒരു അത്താണിയായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കും നമുക്കും നമ്മുടെ മുഅ്മിനീങ്ങൾക്കും മുസ്ലിമീങ്ങൾക്കും എന്നും നമുക്ക് യശസ്സ് ഉയർത്തി പറയാനൊക്കുന്ന തലപ്പാവ് ധരിച്ച് ഗവൺമെന്റ് സർവീസിൽ ഇരിക്കുന്ന എത്രയോ കാലം 9ാം വർഷത്തിലേക്ക് ഉസ്താദ് കടന്നുകൊണ്ടിരിക്കുന്നു.
ഉസ്താദ് ഇന്നും ഗവൺമെന്റ് സർവീസിൽ അൽഹംദുലില്ലാ അവിടുത്തെ ഒരുപാട് ഔലിയാക്കളുടെ ഉസ്താദുമാണ് കുരുത്തവും പുരുത്തവും ഉള്ളത് കൊണ്ട് എന്ത് പ്രശ്നത്തിനും നമുക്കൊരു അത്താണിയാണ്. ഉസ്താദിന് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉസ്താദിനെ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ സദസ്സിൽ കേച്ചേരിക്കാർക്കറിയാം, നമ്മുടെ മമ്പഴയിന്റെ എന്താവശ്യം പറഞ്ഞാലും കേച്ചേരി മഹല്ല് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഷംസുദ്ദീഖ അദ്ദേഹം ഒന്നും നിരസിക്കാറില്ല. ഉടനെ പറയാറുള്ളത് നമ്മുടെ മമ്പഴ അതിലെ പരിപാടി ഞങ്ങളല്ലാതെ പിന്നെ ആര് വരാനാ എന്ന് പറഞ്ഞ് നമുക്ക് ആശ്വാസം തരുന്ന നമ്മുടെ ഷംസുഖ അദ്ദേഹം ഇവിടെയുണ്ട്. അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മുടെ കേച്ചേരി മഹല്ല് ഹത്തീബ് കരീം സഖാഫി, അതേപോലെ തന്നെ ഒരുപാട് മിനിങ്ങൾ എല്ലാവരുടെയും പേരെടുത്ത് ഇപ്പോൾ ഞാൻ പറയുന്നില്ല. അതേപോലെ നമ്മുടെ IPF-ന്റെ പ്രസിഡന്റ് ഡോക്ടർ സലീം, അദ്ദേഹം നമ്മുടെ സംഘടനയുടെ ഭാഗത്ത് പ്രൊഫഷണലായി നിൽക്കുന്ന ആളുകൾക്ക് ഒരു സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട് IPF. അദ്ദേഹം നമ്മുടെ സംഘടനയുടെ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അള്ളാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അദ്ദേഹം നമ്മുടെ സദസ്സിലുണ്ട്. അതേപ്രകാരം തന്നെ നടത്തിൽ ഹാജി, അതേപോലെ നമ്മുടെ സംഘടനയുടെയും നമ്മുടെ സംഘടനയെ സഹായിക്കുന്നവർ, സ്ഥാപനത്തെ സഹായിക്കുന്നവർ, ഒരുപാട് മിനികൾ നമ്മുടെ സദസ്സിലുണ്ട്, സ്റ്റേജിലുണ്ട്. ഓരോരുത്തരുടെയും പേരെടുത്ത് ഞാൻ ഈ സദസ്സിനെ വേണ്ട സദസ്സിന്റെ ഭംഗിയെ നിരാശപ്പെടുത്തുന്നില്ല. എല്ലാവരെയും ഒരുപാട് മിനാത്തുകൾ, ഒരുപാട് ഉമ്മമാര് നേരത്തെ തന്നെ 4 മണിക്ക് തന്നെ നമ്മുടെ മമ്പഴയിലെത്തി മമ്പഴയിന്റെ പ്രാർത്ഥനകളിൽ ഉൾക്കൊള്ളണം ആഗ്രഹത്തോടു കൂടെ എത്രയോ ഉമ്മമാർ, ഇതിന്റെ ഇരട്ടി ആളുകൾ നിങ്ങൾക്ക് അപ്പുറത്തെ കരട്ടിന്റെ അപ്പുറത്ത് എത്രയോ ഉമ്മമാരിരുന്ന് നമ്മുടെ ഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്നു. അവർക്കെല്ലാം ഒരാഗ്രഹം മുത്തഅല്ലിമീങ്ങളോട് കൂടെ ഇരുന്ന്, മമ്പഴയിലെ ഉസ്താദുമാർക്ക് മുത്തഅല്ലിമീങ്ങളോട് കൂടെ ഇരുന്ന് ആ ദുആയിൽ ഉൾക്കൊള്ളണം ആഗ്രഹത്തോടു കൂടെ വന്ന എത്രയോ മുഅ്മിനീങ്ങൾ അവരെല്ലാം അപ്പുറത്തിരുന്ന് നമ്മെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ ഈ സംഘടന, നമ്മുടെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് കേച്ചേരിയിലെ SSF-ന്റെ പ്രവർത്തകർ, മുൻഷിൽ കുത്തയുടെ പ്രവർത്തകർ, അതുപോലെ തന്നെ നമ്മുടെ ഡിവിഷന്റെയും സോണിന്റെയും എല്ലാം പ്രവർത്തകർ നമ്മെ നന്നായി സഹായിച്ച് സഹകരിക്കുന്നവർ, അൽഹംദുലില്ലാ ഇന്നും അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് സന്നദ്ധരായിക്കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ RV മുഹമ്മദ് ഹാജി, അദ്ദേഹത്തെ നമുക്ക് മറക്കാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹം ഇവിടെ വരേണ്ട ആളായിരുന്നു. അദ്ദേഹമാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരേണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ അദ്ദേഹം നമ്മുടെ കോയമ്പത്തൂർ അത്യാവശ്യമായിട്ട് പോകേണ്ടതിരുന്നാൽ വരില്ല എന്നറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വകയാണ് ഇന്നത്തെ നമ്മുടെ അത്താഴം. നിങ്ങൾക്കുള്ള എല്ലാവർക്കുമുള്ള അത്താഴം, നല്ല ഗംഭീരമായിട്ടുള്ള അത്താഴം അദ്ദേഹം നമുക്ക് തയ്യാർ ചെയ്തു തന്നിട്ടുണ്ട്. അദ്ദേഹം നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു പോത്തിനെ വാങ്ങി അദ്ദേഹം നിയ്യത്ത് വെച്ച് നേർച്ച വെച്ച് ഈ പരിപാടിക്ക് സമർപ്പിച്ചിട്ട് അദ്ദേഹം മറുത്ത് അത് പാകം ചെയ്ത് നിങ്ങളുടെ കൈകളിലേക്ക് എത്തും. അൽഹംദുലില്ലാ അതെല്ലാം എല്ലാവരും വാങ്ങിയിട്ട് അത്താഴം എല്ലാവരും സ്വരൂപിച്ച് ഭക്ഷണം കഴിച്ചിട്ട് മാത്രമേ എല്ലാവരും പിരിയാവൂ എന്നും നമ്മുടെ ഈ സംഗമത്തിന് അധ്യക്ഷത വഹിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട CK ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഞങ്ങളുടെ എല്ലാം ഉസ്താദാണ്. അൽഹംദുലില്ലാ മമ്പഴയിന്റെ 4ാമത്തെ ബാച്ചാണ് ഈ വർഷം ഇറങ്ങുന്നത്. ഞങ്ങളായിരുന്നു 1ാമത്തെ ബാച്ച് ദഅ്വാ കോളേജിലെ. അന്നും ഞങ്ങളുടെ എല്ലാം ഉസ്താദ്, എൻ്റെ 10 വർഷത്തെ ഉസ്താദ് ബഹുമാനപ്പെട്ട CK ഉസ്താദാണ്. ഉസ്താദ് നമ്മുടെ വേദിയിലുണ്ട്. ഇന്ന് 17 വർഷം നമ്മുടെ മമ്പഴയിൽ ഉസ്താദ് തികച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാ നമ്മുടെ സ്ഥാപനത്തിനുള്ള ഹൈറാണ്. ഉസ്താദിന്റെ എല്ലാ ഞായറാഴ്ചകളിലും ഇവിടെ ഈ പരിസര പ്രദേശത്തുള്ള എല്ലാ ആളുകൾക്കും ഇവിടെ ഖുർആൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയോ ആളുകൾ ഇവിടെ വന്നിട്ട് ഉസ്താദിന്റെ ക്ലാസ് ശ്രവിച്ച് ഒരുപാട് സഹായങ്ങൾ, അതായത് ഒരുപാട് സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ദീനി വിജ്ഞാനം കൈവരിച്ച് നല്ല രീതിയിലായിട്ട് അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കെല്ലാം ഈ കേച്ചേരി പ്രദേശത്തുള്ള ആളുകളോട് ഉസ്താദിന്റെ ക്ലാസ്സിനെ കുറിച്ച് ചോദിച്ചാൽ അവരെല്ലാം നല്ല ആവേശത്തോടു കൂടെ ഉസ്താദിന്റെ ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞു തരും. അൽഹംദുലില്ലാ അതുകൊണ്ട് തന്നെ ഉസ്താദിന്റെ ക്ലാസ്സുകൾ ഇന്നും നമ്മുടെ മമ്പഴയിൽ നമ്മുടെ മുത്തഅല്ലിമീങ്ങൾക്ക് പരിസരത്തുള്ള പ്രാദേശികവാസികൾക്കെല്ലാം അനുഗ്രഹമായി കൊണ്ടിരിക്കുന്നതാണ്. ഉസ്താദിന് ഇനിയും അള്ളാഹു ഒരുപാട് കാലം തദ്രീസിലായി അള്ളാഹു ഒരുപാട് കാലം ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു ഉസ്താദ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. എന്ന് അതുപോലെ നമ്മുടെ മുംബൈയിൽ ഒരുപാട് ഉസ്താദുമാർ, സോദീഖ് ഉസ്താദ്, അതുപോലെ ഒരുപാട് ഉസ്താദ്, അബൂ ദുജാന സാഹിദ് ഉസ്താദ്, അത് ഉസ്താദും ഒരുപാട് വർഷമായി നമ്മുടെ സ്ഥാപനത്തിൽ. അവരെല്ലാം ഞങ്ങളെല്ലാവരും
എല്ലാവരും ഉസ്താദുമാരാണ്. മമ്പയിൽ നിന്ന് പഠിച്ചിറങ്ങിയ 5ഓളം വിദ്യാർത്ഥികൾ ഇവിടെ തന്നെ സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപാട് ആളുകൾ ഗൾഫ് മേഖലയിലും, ഒരുപാട് അഡ്വക്കേറ്റിന് പഠിക്കുന്നവരും LLB പൂർത്തീകരിക്കാൻ പോകുന്നവരും, അങ്ങനെ തുടങ്ങിയ എത്രയോ വിദ്യാർത്ഥികൾ കേരളത്തിൻ്റെ അകത്തും പുറത്തും, നമ്മുടെ ഇന്ത്യയുടെ അകത്തും പുറത്തുമായിട്ട് സേവനമനുഷ്ഠിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം കാരണക്കാർ നിങ്ങളെല്ലാവരുമാണ്. അള്ളാഹു നിങ്ങൾക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് പറഞ്ഞ് എൻ്റെ സ്വാഗത ഭാഷണം ഞാൻ നിർത്തുന്നു. വാഹിർ ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അധ്യക്ഷ പദവി ഏറ്റെടുക്കാൻ ബഹുമാനപ്പെട്ട CK ഉസ്താദിനെ ക്ഷണിച്ച് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അധ്യക്ഷ അനുമതിയോടനായി ബഹുമാനപ്പെട്ട വരവൂർ ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. وقال الله تعالى في القرآن المجيد إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر. صدق الله مولانا الكريم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. وقال حبيبنا محمد صلى الله عليه وسلم الجنة مشتاقة إلى 4 نفر: تالي القرآن، حافظ اللسان، مطعم الطعام، صائم رمضان. سيدنا محمد رسول الله. സ്നേഹാദരണീയരായ അധ്യക്ഷൻ CK ഉസ്താദ്, മഹാന്മാരാകുന്ന സാദാത്തുക്കൾ, നമ്മുടെ ആവേശവും സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തന ഗോതയിൽ സജീവമായി നിലനിന്ന മഹാനായ മുള്ളൂർക്കര മുഹമ്മദ് സഖാഫി ഉസ്താദ്, മറ്റു ഒരുപാട് ഉമറാക്കൾ, ആലിമീങ്ങൾ, സഹോദര സഹോദരിമാർ, സുഹൃത്തുക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ ഒരു സ്വാലിഹായ കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ, കൂട്ടുകുടുംബങ്ങൾ, സ്നേഹിക്കുന്നവർ, ആദരിക്കുന്നവർ, ഭക്ഷണം തന്നവർ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, നമ്മുടെ മഹത്തായ സ്ഥാപനമാകുന്ന മമ്പഉൽ ഹുദ, അക്കിക്കാവിലെ മർക്കസുൽ ഹുദ എന്ന എല്ലാ സ്ഥാപനങ്ങളെയും അകമഴിഞ്ഞു സഹായിച്ച എല്ലാവരുടെയും ഖബർ അല്ലാഹു തആല ജന്നാത്തുൻ നഈം കൊണ്ട് അലങ്കരിക്കുമാറാകട്ടെ. ഹബീബായ സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അതിരറ്റ ഹുബ്ബ് അല്ലാഹു നമ്മുടെ ഹൃദയത്തിൽ രൂഢമൂലമാക്കി തന്ന് ആഖിബത്ത് നന്നായി മരിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റമദാനിൻ്റെ ഓരോ ദിനരാത്രങ്ങളിലും കോടാന കോടി മനുഷ്യരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമ്പോൾ അതിലൊരു കണ്ണിയായി അലിഞ്ഞു ചേരാൻ റഹ്മുർ റഹീമായ അല്ലാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ആദ്യമായി ദുആ ചെയ്യുകയാണ്. സഹോദരന്മാരെ, മഹാനായ മുള്ളൂർക്കര ഉസ്താദിൻ്റെ പ്രസംഗം കേൾക്കാനാണ് നാം എല്ലാവരും എത്തിയിട്ടുള്ളത്. മഹാനായ ബായാർത്ഥങ്ങളുടെ ദുആയിലും പങ്കെടുത്ത് ധന്യമാകാൻ, ഈ ദിവസത്തെ നന്നായി ഉപയോഗപ്പെടുത്താൻ മഹാനായ സയ്യിദ് തഖിയുദ്ദീൻ അൽ ജീലാനി തങ്ങളവർകൾ, അതുപോലെ തന്നെ നമ്മുടെ ഫദൽ നഈമി തങ്ങളവർകളൊക്കെ നമ്മോട് പറഞ്ഞത് ഉപദേശിച്ചതുപോലെ നന്നായി ഇനിയുള്ള ഒറ്റ രാവുകൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധ റമദാനു ഷരീഫ് കടന്നു വരുമ്പോൾ 2 ഫുർഖാനിൻ്റെ വാർഷികമാണ്. ഒന്ന് പരിശുദ്ധ ഖുർആൻ ഇറങ്ങി ആ മാസം, രണ്ടാമത് ഒരു ഫുർഖാനാകുന്ന ബദർ നടന്ന മാസം. ഈ 2 ഫുർഖാനുമാണ്, ഫുർഖാനിൻ്റെ വാർഷികവുമാണ് റമദാനു ഷരീഫ് കടന്നു വരുമ്പോൾ നാം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ, ഈ പരിശുദ്ധ റമദാനു ഷരീഫും അതേ രൂപത്തിലാണ് വന്നത്. ലോകമെമ്പാടും മുഅ്മിനീങ്ങൾ ഈ പരിശുദ്ധ റമദാനു ഷരീഫിനെ നന്നായി ഉപയോഗപ്പെടുത്തുകയാണ്. അതേ ഓരോ ദിവസവും പല ഭാഗത്ത് ദുആ സമ്മേളനങ്ങൾ, തസ്ബീഹ് നിസ്കാരങ്ങൾ, അവ്വാബി നിസ്കാരങ്ങൾ, അതുപോലെ തന്നെ തോബ, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് പ്രത്യേകമായ ക്ലാസ്, ഖുർആൻ പാരായണം, ഹിസ്ബ്, ഇങ്ങനെ ഒട്ടനവധി നിരവധി പ്രവർത്തനങ്ങളുമായി
നമ്മുടെ സംഘടനകൾക്ക് കീഴിലും സ്ഥാപനങ്ങൾക്ക് കീഴിലും അൽഹംദുലില്ലാഹ് റമദാൻ നന്നായി മുഅ്മിനീങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റാവുന്ന രൂപത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ അക്കിക്കാവിലെ മർക്കസുൽ ഹുദയിൽ അൽഹംദുലില്ലാഹ് ഒരുപാട് ആൾ പങ്കെടുത്ത ഇത്താഖത്ത് സംഗമം നടന്നു. നമ്മുടെ സ്ഥാപനങ്ങളെ സഹായിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് അവിടെ പ്രയാസങ്ങൾക്ക് അവിടെ ബുദ്ധിമുട്ടുകൾക്കൊക്കെ പരിഹാരം എന്ന നിലക്ക് അള്ളാഹുവിനോട് സ്വാലിഹീങ്ങളായ മഹാത്മാക്കളാകുന്ന സാദാത്തുക്കൾ, മുഅ്മിനീങ്ങൾ, ഉമറാക്കൾ, മുതഅല്ലിമുകൾ എല്ലാവരും കൂടി അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അള്ളാഹു ഉത്തരം ചെയ്യും. അള്ളാഹു നമ്മുടെ എല്ലാ ദുആകളും ഖബൂൽ ചെയ്യുമാറാകട്ടെ. സഹോദരന്മാരെ, നമ്മുടെ മഹത്തായ സ്ഥാപനമാകുന്ന മംബഉൽ ഹുദ, ആ സ്ഥാപനത്തിന്റെ വളർച്ച അത് നമ്മുടെയൊക്കെ വലിയൊരു ആഗ്രഹമായി മാറണം. അൽഹംദുലില്ലാഹ് ഇപ്പോൾ നമ്മളെ മുളുക്കർ ഉസ്താദ് അതിൻ്റെ കടിഞ്ഞാൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. മുൻകാലത്ത് വളരെ സജീവമായി വന്നതായിരുന്നു. ഇടയിൽ ഉസ്താദ് ഒന്ന് ഡൗണായി വേറൊരു ഭാഗത്തേക്ക് മാറിയപ്പോൾ വീണ്ടും വളരെ വിഷമകരമായ അവസ്ഥയിലാണുള്ളത്. ഒരുപാട് പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, സാമ്പത്തികമായ ഞെരുക്കങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളൊക്കെ കഴിവിൻ്റെ പരമാവധി സഹായിക്കണം. അള്ളാഹു നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളെയും വലിയ അഭിവൃദ്ധിയിൽ നിന്നും അഭിവൃദ്ധിയിലേക്ക് അള്ളാഹു ആക്കി തരുമാറാകട്ടെ. അതിനുവേണ്ടി സഹായിക്കുന്ന എല്ലാവർക്കും ഖൈറ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഇന്നലെ ഞങ്ങൾ അക്കിക്കാവിലെ മർക്കസുൽ ഹുദയിൽ ഒരു കോംപ്ലക്സിന് തറക്കല്ലിടൽ കഴിഞ്ഞു. മഹാനായ സയ്യിദ് കോരിക്കൊഴുത്തങ്ങൾ അവിടെ തൃക്കങ്ങളെ കൊണ്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിന് വേണ്ട കുറേ സാമ്പത്തികമൊക്കെ അന്ന് പരിപാടിയിൽ സ്വരൂപിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് പൂർത്തിയാക്കാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. അതുപോലെ നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും അല്ലാഹു സന്തോഷത്തിലാക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനു ശരീഫ് കൊണ്ട്